ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് അനുഗ്രഹകരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനേകര ദൈവത്തിൻ്റെ വചനം ക്ലാസ്സുകൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുകയും അപ്പോൾ തന്നെ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ പല ആളുകളും കാണുകയും ഒക്കെ ചെയ്യുന്നു. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനും ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിനും ഉള്ളൊരു മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി പിന്നെയും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എഫേസ് ലേഖനമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവൻ. ഇവിടെ മലയാളത്തിൽ ആ 3 വാക്യങ്ങളും ഒരുമിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 1-ാമത്തെ വാക്യം സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, പ്രത്യേകമായിട്ട് നിൽക്കുകയാണ്. 1-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ എന്നാണ് 1-ാം വാക്യം പറയുന്നത്. അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കണം ആ നടപ്പ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് 2-3 വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷിൽ ആ വാക്യം ആരംഭിച്ചിരിക്കുന്നത് ദെയർഫോർ എന്ന് പറഞ്ഞിട്ടാണ്. ദെയർഫോർ എന്ന് വെച്ചാൽ അതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞ വാക്യം ആരംഭിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അപ്പോസ്തലനായ പൗലോസ് മുൻപേ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്താണ് 4-ാം വാക്യം പിന്നെയും ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് മുമ്പേ നമ്മൾ പറഞ്ഞത്? 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ പറഞ്ഞു ഡോക്ട്രിൻ ഓഫ് യൂണിറ്റിയാണ്, ഐക്യതയുടെ ഡോക്ട്രിനാണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പം ദൈവസഭ, അതിനകത്ത് യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ ദൈവസഭയ്ക്കകത്തുള്ള എല്ലാവരും ഐക്യതയിൽ ആയിരിക്കുക, അല്ലെങ്കിൽ കർത്താവ് ആ ഐക്യതയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആ തികഞ്ഞ സ്നേഹം, അതാണ് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്നുള്ളതൊക്കെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് കർത്താവ് സഭയെ യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ ജാതികളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി ചേർത്തിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് അതാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളത് വിശദമായിട്ട് പഠിച്ചപ്പോൾ നമ്മളതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ഐക്യതയിലേക്ക് കർത്താവ് സഭയിലെ അംഗങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് അപ്പം കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ പ്രതികരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് 4-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം കർത്താവാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കർത്താവാണ് സഭയെ ഏകശരീരമാക്കിയത്. യാതൊരു വിഭാഗീയതകളുമില്ലാതെ സഭയെ മൊത്തത്തിൽ ഒരു ശരീരമാക്കി ആ ഐക്യതയിലേക്ക് കൊണ്ടുവന്നത്
അത് കർത്താവാണ്. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് therefore, അതുകൊണ്ട് എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ. അപ്പം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഫെസോസിലെ സഭയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുക. അപ്പോൾ പ്രബോധിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നൊരു പ്രയോഗമുണ്ട്, തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. അതായത് കർത്താവിൻ്റെ സേവ, കർത്താവിൻ്റെ ശുശ്രൂഷ നിമിത്തം ഞാനിപ്പോൾ ബദ്ധനായിരിക്കുകയാണ്. ഞാൻ ജയിലിൽ കിടക്കുകയാണ്, തടവിൽ കിടക്കുകയാണ്. എഫേസ് ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പോസ്തലൻ പറയുക, ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ത് നിമിത്തമാണ്? കർത്തൃസേവ നിമിത്തമാണ് ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. അല്ലാതെ പൗലോസ് മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല പൗലോസ് ജയിലിൽ കിടക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തത് കൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നിരിക്കുന്നത്. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പം എന്താണ് കർത്താവിൻ്റെ ശുശ്രൂഷയായിട്ട് താൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, എന്താണ്? അതിൻ്റെ 19-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 5:19 പറയുകയാണ്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നിരപ്പിൻ്റെ വചനമാണ്, റീകൺസിലിയേഷൻ്റെ വചനമാണ് പൗലോസിനെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം നിമിത്തം, ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നിമിത്തം, അതായത് കർത്താവ് സഭയ്ക്കകത്തുള്ള എല്ലാവരെയും നിരപ്പിച്ച് അവരെ ദൈവവുമായിട്ട് നിരപ്പിച്ചു എന്നുള്ള ആ വചനത്തിൻ്റെ ശുശ്രൂഷ നിമിത്തമാണ്, അത് പ്രസംഗിക്കുന്നത് നിമിത്തമാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്പോഴെവിടെ കിടക്കേണ്ടി വരുന്നത്? കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ യഹൂദന്മാരുടെ ആലയത്തിൽ വച്ചാണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞത് ഇവൻ യഹൂദ മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. കാരണം യഹൂദ മതം എപ്പോഴും വിജാതീയരെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകാത്ത മതമാണത്. അത് വിജാതീയരെ എപ്പോഴും ഒരു താഴ്ന്നവരായിട്ട് കണക്കാക്കുന്ന മതമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആ യഹൂദ മതത്തിൻ്റെ ശുശ്രൂഷയല്ല ചെയ്തത്. അവൻ ക്രിസ്തുവിൻ്റെ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, അതായത് യഹൂദന്മാരും വിജാതീയരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള ആ ശുശ്രൂഷ, അതാണ് അവൻ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് അവനോട് വിരോധം തോന്നുകയും അവനെ ആ ദേവാലയത്തിൽ വെച്ച് പിടിച്ചു അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതാ പൗലോസ് ഇവിടെ പറയുന്നത്, കർത്താവിൻ്റെ സേവ നിമിത്തം, കർത്താവിൻ്റെ ശുശ്രൂഷ നിമിത്തം ബദ്ധനായിരിക്കുന്ന, പ്രിസണറായിരിക്കുന്ന, തടവുകാരനായിരിക്കുന്ന ഞാൻ. ഇനി എഫേസ് ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നമ്മൾ വായിച്ചത് അത് തന്നെയാണ്. എന്താണ്? അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. ജാതികളായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായിരിക്കുന്നത്? ക്രിസ്തുയേശുവിൻ്റെ ബദ്ധൻ, പ്രിസണറായിരിക്കുന്നത്. അപ്പം ജാതികളുടെ, വിജാതീയരുടെ ആ നിരപ്പിൻ്റെ വചനം അത് പ്രസംഗിക്കുന്നത് മൂലമാണ് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ജയിലിൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്നത്.
ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് താൻ പിന്നെയും ഈ എഫേസ് ലേഖനം എഴുതുന്നത്. അതിൽ താൻ പ്രബോധിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ തന്നെയാണ്, നിരപ്പിൻ്റെ വചനം തന്നെയാണ് താൻ അവിടെ പിന്നെയും പഠിപ്പിക്കുന്നത്. കാരാഗ്രഹം ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കോ ദൈവം തന്നെ ഏൽപ്പിച്ച വചനത്തിനോ മാറ്റം വരുത്താനായിട്ട് കാരാഗ്രഹത്തിന് കഴിഞ്ഞില്ല. ഇന്ന് പലപ്പോഴും യഥാർത്ഥ വചനം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ എന്തെങ്കിലും കഷ്ടങ്ങളോ ഒക്കെ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒഴിവാക്കാനായിട്ട് സത്യവചനത്തിൽ മായം ചേർത്ത് പ്രസംഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം നിൽക്കുന്നത്. സ്റ്റേജ് പിടിക്കാനായിട്ട് ഇന്നെന്നെ വിളിച്ചവർ നാളെയും എന്നെ വിളിക്കണം എന്ന് സ്റ്റേജ് പിടിക്കാനായിട്ട് കേൾക്കുന്നവരെ സുഖിപ്പിക്കുന്ന സന്ദേശങ്ങൾ ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത് അടുത്ത സ്റ്റേജും പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ശുശ്രൂഷകരെ കൊണ്ട് ഇന്നത്തെ ആത്മീക മണ്ഡലം നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ മുമ്പിൽ പൗലോസ് ഒരു വെല്ലുവിളിയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, ദൈവം തന്നെ ഏൽപ്പിച്ച ആ വചനം, അതിനകത്ത് അല്പം പോലും കോംപ്രമൈസ് ചെയ്യാനായിട്ട്, അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തയ്യാറല്ലായിരുന്നു. ആ പൗലോസ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ആ പൗലോസ്, അവൻ സഭയെ പ്രബോധിപ്പിക്കുക, എക്സോർട്ട് ചെയ്യുക. അവൻ സഭയെ പ്രബോധിപ്പിക്കുക. എന്താണ് പ്രബോധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരായി നടക്കണം. എങ്ങനെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നു, യഹൂദനും വിജാതീയനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാത്ത, എല്ലാവരും ഒരു ശരീരമായിരിക്കുന്ന ആ സഭയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിക്ക് യോഗ്യമാകും വണ്ണം നിങ്ങൾ നടക്കണം എന്നാണ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. അതായത് ആ യൂണിറ്റി, ഐക്യതയുടെ ഡോക്ട്രിൻ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ ഐക്യത, യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, ഡോക്ട്രിൻ നമുക്കറിയാം, പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് ഈ സാധനം വരാറില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോസ്തലൻ പറയുക, നിങ്ങൾ പഠിച്ച ഈ ഡോക്ട്രിൻ, നിങ്ങൾ പഠിച്ച ഈ ഉപദേശം, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം, ജീവിക്കണം. നടക്കുക എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ജീവിക്കുക എന്ന. അപ്പം നമ്മുടെ ജീവിതം നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് യോഗ്യമായിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, നടക്കേണ്ടത്. ഒരു ദൈവപൈതൽ എങ്ങനെ നടക്കണം എന്ന് വേദപുസ്തകം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ചില വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോയിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് എഫേസ് ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മളോട് പറയുന്നു, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അപ്പം ഒരു ദൈവപൈതൽ എങ്ങനെ നടക്കരുത് എന്ന് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുക. എന്താണ്? ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി ഉപയോഗിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നടക്കരുത്. അപ്പം നിങ്ങൾ വിജാതീയർ നടക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നടക്കരുത്. അവർ ജീവിക്കുന്ന പോലെ ജീവിക്കരുത്. കാരണം എന്താ?
നിങ്ങളെ വിജാതീയരിൽ നിന്ന് ദൈവം വിളിച്ചതാണ്. എവിടേക്ക്? സഭയിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കപ്പെടുന്നതിന് മുൻപ് വിജാതീയരെ പോലെ നിങ്ങൾ നടന്നു. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ നടക്കരുത്, അങ്ങനെ ജീവിക്കരുത്. എന്താണ് വിഷയം? വിജാതീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രമാണവുമില്ലാത്ത ജീവിതമാണ് അവരുടെ ജീവിതം. അവർക്ക് യാതൊരു പ്രമാണവുമില്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടില്ല. അവർക്ക് യാതൊരു പ്രമാണവുമില്ല. അവര് പറഞ്ഞാൽ ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ അവനവന് തോന്നിയതുപോലെ നടക്കുന്ന ഒരു സ്റ്റൈലാണ്, ജീവിക്കുന്ന ഒരു സ്റ്റൈലാണ് വിജാതീയരുടെ. അപ്പോസ്തലൻ പറയുക, നിങ്ങളങ്ങനെ നടക്കരുത്. എന്തുകൊണ്ടാണ്? നിങ്ങളെ അവിടുന്ന് വിളിച്ചതാ. വിജാതിയുടെ ഇടയിൽ നിന്ന് വിളിച്ചത് കൊണ്ട് നിങ്ങളിനി അവരെ പോലെ എന്ത് ചെയ്യരുത്? നടക്കരുത്. കാരണം അവർ നടക്കുന്നത് വ്യർത്ഥ ബുദ്ധിയാണ്. അപ്പം അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് നടക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ലോജിക്കുണ്ട് അല്ലേ? ഞാനിങ്ങനെ പലരും ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോജിക്കുണ്ട്. ആ ലോജിക്കിലാണ് അവർ പോകുന്നത്. പക്ഷേ ദൈവവചനം അറിയാവുന്ന ഒരു ദൈവപൈതലിന് അത് കേൾക്കുമ്പോഴേ മനസ്സിലാകും, അത് അവരുടെ ലോജിക്കെന്ന് പറയുന്നത് വ്യർത്ഥ ബുദ്ധിയാണ്. അതൊരു റിയൽ ലോജിക്ക് അല്ല. അതിനകത്ത് കുറേ ഫാലസീസ് വരുന്നുണ്ട്, കുറേ അബദ്ധങ്ങൾ വരുന്നുണ്ട് അവരുടെ ലോജിക്കിനകത്ത്. അതാ പൗലോസ് പറഞ്ഞത്, അവരുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? നടക്കരുത്. നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്. അവരവരുടെ ബുദ്ധി, അവരുടെ ലോജിക്ക് ഉപയോഗിച്ചാണ് അവർ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ലോജിക്കല്ല നമ്മുടെ പ്രമാണം. നമ്മുടെ പ്രമാണം ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ പ്രമാണം. ഇതനുസരിച്ചാണ് നമ്മൾ നടക്കേണ്ടത്. അതാ പൗലോസ് അവിടെ ഉദ്ദേശിച്ചത്. നിങ്ങൾ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്? നടക്കരുത്. എന്നിട്ട് 5-ാം അധ്യായത്തിൻ്റെ, എഫേസ് ലേഖനം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പോൾ ഒരു ദൈവപൈതൽ അവൻ എങ്ങനെ നടക്കണം? സ്നേഹത്തിലാണ് അവൻ നടക്കേണ്ടത്. എന്തുകൊണ്ട്? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു അല്ലെ? ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിച്ചല്ല, പിന്നെ ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചത്. നമ്മൾ ആദ്യം ക്രിസ്തുവിനെ സ്നേഹിക്കുകയല്ല ചെയ്തത്, ക്രിസ്തു നമ്മെ സ്നേഹിക്കുക ചെയ്തത്. അപ്പോൾ ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പം ക്രിസ്തു എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചത്, അതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടക്കണം, സ്നേഹത്തിൽ ജീവിക്കണം. അപ്പം ജാതികളെ പോലെ, വിജാതീയരെ പോലെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കാതെ ക്രിസ്തുവിനെ പോലെ സ്നേഹത്തിൽ നടക്കുക. നോക്കിക്കേ, നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ള കൺസെപ്റ്റ് നമുക്കില്ല. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പൗലോസ് പറയും അങ്ങനല്ല, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല ആകേണ്ടത്. അവർ നടക്കുന്നത് പോലെ, അവർ ജീവിക്കുന്നത് പോലെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. പിന്നെ ക്രിസ്തു ജീവിച്ചതുപോലെ, ക്രിസ്തു നടന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. എങ്ങനെ? സ്നേഹത്തിൽ. ഹല്ലേലൂയ.
അപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് എഫെസ് ലേഖനത്തിൽ തന്നെ. 1, നിങ്ങളെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. 2, ജാതികളെ പോലെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കരുത്. 3, ക്രിസ്തുവിനെ പോലെ സ്നേഹത്തിൽ നടക്കണം. ഇനി 2-3 വാക്യങ്ങളൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ യഹൂദ്യ, ഗലീല, സമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. സഭയെ പീഡിപ്പിച്ച, സഭയെ ഉപദ്രവിച്ച ശൗലിൻ്റെ മാനസാന്തരമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവൻ സിറിയയിലുള്ള ഡമാസ്കസിലുള്ള ശിഷ്യന്മാരെ ബന്ധിച്ച് യെരുസലേമിലേക്ക് കൊണ്ടുവന്ന് മതകോടതിയിൽ അവരെ വിസ്തരിച്ച് അവരെ ശിക്ഷിക്കുവാനായിട്ടുള്ള അധികാരപത്രം, ഓതറൈസേഷൻ ലെറ്റർ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഡമാസ്കസിലേക്ക് പോവുമായിരുന്നു അവൻ. അപ്പോഴാണ് കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ അവൻ മൊത്തത്തിൽ ചേഞ്ചായി, മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിനെ, ഏത് സഭയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചോ ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആ സഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് അവൻ മാറി. അങ്ങനെ വന്നപ്പോൾ അതവിടെ പറയുന്നത് 34-ാം വാക്യത്തിൽ, അങ്ങനെ യഹൂദ്യ, ഗലീല, സമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. കാരണം സഭയെ ഉപദ്രവിക്കാൻ നടന്നവൻ ഇപ്പം മാനസാന്തരപ്പെട്ടു. അങ്ങനെ സഭയ്ക്ക് സമാധാനം ഉണ്ടായി എന്ന് മാത്രമല്ല, അത് സഭ ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. അപ്പം ആ സഭ നടന്നത് കർത്താവിനോടുള്ള ഭക്തിയിൽ, ഇൻ ദ ഫിയർ ഓഫ് ലോഡ്, ദൈവഭയത്തിൽ അവർ നടന്നു. എന്താ ദൈവഭയത്തിൽ നടക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ഭീകരനായ ശൗലിനെ ഈ രീതിയിൽ കീഴടക്കി തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള സർവശക്തനായ, സർവാധികാരിയായ ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് കിട്ടിയപ്പോൾ അവർ ആ ദൈവത്തെ ഭയപ്പെടാനായിട്ട്, ബഹുമാനിക്കാനായിട്ട് തുടങ്ങി. ആ ബഹുമാനത്തെ ഇന്ന് പലപ്പോഴും ദൈവസഭകൾക്കകത്ത് ദൈവത്തെ ബഹുമാനമില്ലാത്ത ഒരു തലമുറയായിട്ട് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ സഭകളിൽ നടക്കുന്നത്? ദൈവത്തെ അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ, ആ കർത്താവിനെ അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സഭകൾക്കകത്ത് ഇന്ന് നടക്കുന്ന കലാപരിപാടികളൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കണം. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. വെണ്ണിക്കുളം ഭാഗത്തെങ്ങാണ്ടുള്ള, വെണ്ണിക്കുളം മല്ലപ്പള്ളി ആ ഭാഗത്ത് എവിടെയുള്ള ഒരു സഭയാണ്. ഞായറാഴ്ച അവിടെ സഭായോഗം നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പാസ്റ്റർ പ്രാർത്ഥിച്ച് സഭായോഗം തുടങ്ങുന്നു.
കൊയറ് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസികൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. കൊയറ് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ താഴെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ നമുക്ക് പറ്റിയത്? എവിടെയാ നമുക്ക് പഴച്ചത്? ഞാൻ പറയാം. ഇന്ന് പലപ്പോഴും ദൈവത്തെ നാം മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ കൽപ്പിക്കുന്നതൊക്കെ ചെയ്യാൻ അനുസരിക്കാനിരിക്കുന്ന ഒരു ബംഗാളിയായിട്ടാണ്. അല്ല, അവൻ രാജാവാണ്. അവൻ നാം പറയുന്നത് അനുസരിക്കാനുള്ളവനല്ല, അവൻ പറയുന്നത് നാം ആണ് അനുസരിക്കേണ്ടത്. ഈ ഒരു ബഹുമാനം, ഈ ഒരു ദൈവഭയം ഇന്ന് സഭകൾക്കകത്തുനിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ സഭ അവർ ദൈവഭയത്തിൽ അവർ നടന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ അവർ നടന്നു. അവരെ നടത്തിയത്, അവരെ ഗൈഡ് ചെയ്തത് പരിശുദ്ധാത്മാവായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ സഭകളിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പാട്ടുപാടി ആ പാട്ടിൻ്റെ അവസാനം കൈയൊക്കെ അടിച്ച് ബഹളം വച്ചെന്തൊക്കെയൊക്കെ വിളിച്ചു പറയാനായിട്ടുള്ള ഒരാത്മാവ് മാത്രമായി നമുക്ക് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. 1-ാം നൂറ്റാണ്ടിലെ സഭ അവർ ദൈവത്തോടുള്ള ഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലുമാണ് അവർ നടന്നത്. അവരെ വിളിച്ച വിളിക്ക് യോഗ്യമായവണ്ണം. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ടേക്ക് പോട്ടെ. 2-3 വാക്യങ്ങളൂടെ നമുക്കൊന്ന് വായിക്കണം. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. നോക്കിക്കേ, അപ്പം അവിടെ പറയുക, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. എഫെസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, കർത്താവിനെ പോലെ നടക്കുക. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുക. കൊലോസ്യത്തിൽ പറഞ്ഞു, കർത്താവിനെ പോലെ നടക്കുക, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. എന്തിന്? പൂർണ്ണ പ്രസാദത്തിനായി. ആര് പ്രസാദിക്കാൻ? മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഞാനൊരു കാര്യം പറയാം. നമുക്ക് പ്രസാദിപ്പിക്കാനുള്ളത് മനുഷ്യരെയല്ല, മനുഷ്യരെയാണ് പ്രസാദിപ്പിക്കേണ്ടതെങ്കിൽ അവർ നടക്കുന്നത് പോലെ നമ്മൾ നടന്നാൽ മതി. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, പിന്നെയോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം നമ്മിൽ പൂർണ്ണമായിട്ട് പ്രസാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ നടപ്പ് കർത്താവിന് യോഗ്യമാവണ്ണം, കർത്താവിനെ പോലെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അവൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ കർത്താവിനെ പോലെ കർത്താവിന് യോഗ്യമാകുമെന്ന് നടക്കണം. അതാണ് പൂർണ്ണ പ്രസാദം ദൈവത്തിന്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കർത്താവിന്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത്
നാം യേശുവിനെ പോലെ ആയിത്തീരണം എന്നുള്ളത്. യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തലൊന്നും അല്ല ദൈവത്തിൻ്റെ പണി, മറക്കരുത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന മുഴുവൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തെയാണ് അല്ല. ദൈവത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നാം അവൻ്റെ പുത്രനായ യേശുവിനെ പോലെയാകണമെന്നുള്ളതാണ്. കർത്താവിനെ പോലെ നടക്കുക, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. മുമ്പോട്ടേക്ക് പോട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മലയാളത്തിൽ അത് 11-ാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ അത് 12-ാമത്തെ വാക്യമാണെങ്കിലും മലയാളത്തിൽ അത് 11-ാമത്തെ വാക്യമാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ 11-12 ഒരുമിച്ച് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ എങ്ങനെ നടക്കണം എന്നാണ് പറഞ്ഞത്? തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനുമായി നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ. എഫെസ്യത്തെ നമ്മൾ വായിച്ചു തുടങ്ങിയതാണ്. നിങ്ങളെ വിളിക്ക് യോഗ്യമായിട്ട് നടക്കണം. ഇവിടെ പറയുക, നിങ്ങളെ വിളിച്ച ദൈവത്തിന് യോഗ്യമായിട്ട് നടക്കണം. അവൻ നിങ്ങളെ എങ്ങോട്ടാണ് വിളിച്ചത്? അവിടെ പറയുന്നു, തൻ്റെ രാജ്യത്തിനും തൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ് അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഒരു ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മിൽ ദൈവരാജ്യം വെളിപ്പെടുത്താനാണ് കർത്താവ് നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ വിളിച്ചത്. എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ ചർച്ചയിൽ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദ റൂൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭരണമാണത്. അപ്പം ദൈവം നമ്മെ വിളിച്ചത് നാം അവൻ്റെ ഭരണത്തിൻ കീഴിലായിരിക്കാനാണ്, തൻ്റെ രാജ്യത്തിന്. നമ്പർ 2, തൻ്റെ മഹത്വത്തിന്. സി, നോട്ട് ഫോർ യുവർ ഗ്ലോറി ബട്ട് ഫോർ ഹിസ് ഗ്ലോറി. നമ്മുടെ മഹത്വത്തിനല്ല കർത്താവ് നമ്മെ വിളിച്ചത്, അവൻ്റെ മഹത്വത്തിനാണ് വിളിച്ചത്. നമ്മളിന്ന് അന്വേഷിക്കുന്ന എന്തുവാ? നമ്മുടെ രാജ്യം, നമ്മുടെ മഹത്വം, നമ്മുടെ സാമ്രാജ്യം. ഇതൊക്കെ അന്വേഷിച്ചല്ലേ നമ്മൾ നടക്കുന്നത്? നമ്മളെ പലപ്പോഴും തെറ്റിക്കുന്നത് ഇതല്ലേ? നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് നമ്മെ വിളിച്ചത് നമ്മുടെ സാമ്രാജ്യം സ്ഥാപിക്കാനും നമ്മുടെ മഹത്വം വെളിപ്പെടുത്താനുമാണല്ലേ? നോ, അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ രാജ്യത്തിന്, അവൻ്റെ മഹത്വത്തിനാണ് വിളിച്ചത്. So we are supposed to walk like that. നാം ആ ദൈവത്തിന് യോഗ്യമാണെന്നും നടക്കണം. നമ്മെ വിളിച്ച ദൈവത്തിന് യോഗ്യമാണെന്നും നടക്കണം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച നമുക്കിന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്: സഹോദരന്മാരെ,
നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും ഉൾക്കൊള്ളുവിൻ. 18-ാം വാക്യം, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂസിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ദൈവസഭയ്ക്കകത്തേക്ക് പൗലോസ് നോക്കിക്കഴിഞ്ഞപ്പോൾ പൗലോസ് കണ്ട ഒരു ദയനീയമായ കാഴ്ച എന്ന് പറയുന്നത്, അനേകർ നടക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ ശത്രുക്കളായിട്ടാണ്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് തന്നെത്താൻ സൗരഭ്യവാസനയായ ഒരു വഴിപാടും യാഗവുമായി സമർപ്പിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ നടപ്പിൻ. അതവൻ സമർപ്പിച്ചത് ക്രൂസിലാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ദൈവസഭയ്ക്കകത്ത് പലരും ക്രൂസിൻ്റെ ശത്രുക്കളായിട്ട് നടക്കുകയാണ്. കാരണം ക്രൂസ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ക്രൂസ് സ്നേഹത്തിൻ്റെ പ്രതീകം. സ്നേഹമില്ലാതെ ക്രൂസ് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം പിന്നെ സ്നേഹിക്കാൻ താല്പര്യമില്ലെങ്കിൽ ക്രൂസ് ഒഴിവാക്കുക എന്നുള്ളത് ഒറ്റ വഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഭകളിൽ നിന്നൊക്കെ ക്രിസ്തുവിൻ്റെ ക്രൂസ് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? ക്രിസ്തുവിൻ്റെ രോഗസൗഖ്യം നമ്മൾ കൊണ്ടുവന്നു, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കൊണ്ടുവന്നു, ക്രിസ്തുവിൻ്റെ കടൽ മീതെ നടന്ന പരിപാടി നമ്മൾ കൊണ്ടുവന്നു, ക്രിസ്തുവിൻ്റെ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ അത്ഭുതം നമ്മൾ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പലതും കൊണ്ടുവന്നു. ക്രിസ്തുവിൻ്റെ ക്രൂസ് നമ്മൾ സൗകര്യപൂർവ്വം മാറ്റിക്കളഞ്ഞു. ഇപ്പം എന്താ സംഭവിച്ചത്? എല്ലാവർക്കും ക്രിസ്തു തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ട് മാറി. യു ഷുഡ് സീ ദറ്റ് ഡേഞ്ചർ. ഈ അപകടം നിങ്ങൾ കാണാതിരിക്കരുത്. ഇന്ന് ക്രിസ്തുവിൻ്റെ ക്രൂസ് സഭയിൽ നിന്ന് മാറ്റിയിട്ട് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു പരിപാടികളും ഒക്കെ സഭയ്ക്കകത്തേക്ക് ഇടിച്ചു കയറ്റിയപ്പോൾ ദൈവമക്കൾ ആരായി? സ്വാർത്ഥരായി. അവർ ക്രിസ്തുവിനെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരായി. കാരണം ക്രൂസ് എന്താണെന്ന് അവർക്കറിയില്ല. അതിന്ന് തുടങ്ങിയതല്ല കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോഴേ ഈ പ്രതിഭാസം സഭയ്ക്കകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അതാ പറഞ്ഞത്, അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ ശത്രുക്കളായിട്ട് നടക്കുന്നു. എന്നിട്ട് 19-ാം വാക്യത്തിൽ പറയുക, ആരുടെ ഈ രീതിയിൽ ക്രിസ്തുവിനെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അങ്ങനെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന, ആ രീതിയിൽ ദൈവമക്കളെ കൊണ്ടുപോകുന്ന, അവരുടെ പുറകെ പോകുന്നവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം വയർ. അതാണ് അവിടെ ദൈവം വയർ. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ക്രിസ്തുവിന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവന് കഴിയുന്നില്ല. അവരുടെ ചിന്ത മുഴുവൻ സ്വകേന്ദ്രീകൃതമായിട്ട്, സെൽഫ് സെൻറ്റേഡായിട്ട്, സ്വയകേന്ദ്രീകൃതമായിട്ട് അവൻ്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്രൂസ് സഭയ്ക്കകത്ത് നിന്ന് എടുത്തു മാറ്റി. അവരെ പോലെ നടക്കരുത്. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാണെന്നും നടക്കുക. അതാ പൗലോസ് 4-ാം അധ്യായത്തിൽ തുടക്കം തന്നെ പൗലോസ് പറയുന്നതാണ്,
നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ. ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണമാണോ നമ്മൾ നടക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം നമ്മോട്, ദൈവവചനത്തിൻ്റെ പ്രബോധനം നമ്മളോട് പറയുന്നത്, വാക്ക് അക്കോർഡിംഗ് ടു ദാറ്റ് കോൾ. നിന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക, ജീവിക്കുക. ഇന്ന് രാത്രി നമ്മളെ തന്നെ അതിനായിട്ടൊന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച, കർത്താവേ, നീ എന്നെ വിളിച്ച ആ വിളിക്ക് യോഗ്യമായിട്ട് നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സഭ, അതിൻ്റെ അന്തരീക്ഷമൊന്നും അതിന് അനുയോജ്യമല്ലായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കും. ഏതനുകൂലമല്ലാത്ത സാഹചര്യത്തിലും, ഏതനുകൂലമല്ലാത്ത സഭയുടെ അന്തരീക്ഷങ്ങൾക്കകത്തും ഇങ്ങനെ ജീവിക്കുവാൻ, നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപയ്ക്കായിട്ട്, ആത്മാവിൻ്റെ നടത്തിപ്പിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിൻസ് പാസ്റ്ററെ, പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, ഈ അനുഗ്രതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തെ പോലെ തന്നെ കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് യോഗ്യമായി തന്നെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് യോഗ്യമായി വണ്ണം കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും കർത്താവെ ഞങ്ങളെ തന്നെ ക്രിസ്തു ഉള്ളവരായി, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ഞങ്ങൾക്ക് നടക്കുവാൻ, ആ ക്രിസ്തുവിന്റെ വചനത്തിന് അനുസരണമായി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ ഭയത്തിൽ തന്നെ ഞങ്ങൾക്ക് നടക്കുവാൻ, ഞങ്ങളുടെ ഓരോ ചുവടുകളും കർത്താവെ അങ്ങിൽ തന്നെ അങ്ങയോടുള്ള